ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്ത് കാര്യം എടുക്കുമ്പോഴും അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവർക്ക് ഒരു ഉറപ്പോടു കൂടി അല്ലെങ്കിൽ അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമില്ല അല്ലെങ്കിൽ കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. എന്ത് ചെയ്യുമ്പോഴും ഒരു ഭയമാണ് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒറ്റ കാരണം എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ ഒന്നില്ലെങ്കിലും മുതിർന്നവരായിട്ട് വല്യമ്മമാരോ അല്ലെങ്കിൽ അമ്മമാരോ ആൻറ്റിമാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് കണ്ടാൽ അത് ശരിയല്ല എന്ന് പറയാനായിട്ട്, ചൂണ്ടിക്കാണിക്കാനായിട്ട് അവർക്കൊരു മടിയില്ലായിരുന്നു. അത് സ്വീകരിക്കാനായിട്ട് നമുക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. അതിൻ്റെ പേരിൽ 2 തല്ല് കിട്ടിയാലും നമ്മളത് വാങ്ങിച്ച് മിണ്ടാതെ മാറി നിൽക്കത്തേ ഉള്ളായിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറയിലെ കുട്ടികളോട് നമ്മൾ എന്ത് പറഞ്ഞാലും അവർ അംഗീകരിക്കില്ല. കാരണം അവർ നമ്മൾ എന്തെങ്കിലും ഒരു തിരുത്തൽ കൊടുക്കുമ്പോൾ പറയും ഞങ്ങൾ ന്യൂ ജനറേഷനാണെന്ന് പറയും. കാരണം നിങ്ങളെക്കാളും കൂടുതൽ അറിവ് ഞങ്ങൾക്കുണ്ട്, ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ വരുന്നത്, ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് അവരെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ കൂടെ നിൽക്കുന്നവരെല്ലാവരും ഒറ്റക്കെട്ടാവുകയും ഈ പ്രശ്നം വന്ന കുട്ടി തനിച്ചാക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ വരുന്നുണ്ട്. അതേത് മേഖലയിലായാലും അങ്ങനെ തന്നെയാണ്. ജോലിസ്ഥലമായിക്കോട്ടെ, പഠനവുമായി ബന്ധപ്പെട്ട ഏത് മേഖലയായിക്കോട്ടെ, ആ സമയത്ത് ആ കുട്ടി ഒരു ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ഒരു പഠന സ്ഥലത്തോ എവിടെയോ ആയിക്കോട്ടെ, അവിടെ നിന്നുകൊണ്ട് പതറിപ്പോവുകയാണ്. പിന്നെ ഈ പതർച്ച വരുത്താനായിട്ട് ഉദ്ദേശിച്ച വ്യക്തികൾക്ക് പെട്ടെന്ന് തന്നെ ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ പലരും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നതിനായിട്ട്, അല്ലെങ്കിൽ അതിന് പ്രതികരിക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. കാരണം ചില പ്രതികരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സംഘം അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഇവരെ ആക്രോശിക്കാനായിട്ടും അല്ലെങ്കിൽ കടിച്ചു കീറാനായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ആ ഒരു രീതി ഇവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ടാണ് കൂടുതലും ഈ കുട്ടികൾ ഒന്നില്ലെങ്കിൽ വീട് വിട്ട് അല്ലെങ്കിൽ ആ സ്ഥാപനം വിട്ടവർ ഓടിപ്പോകും, ഇല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു അവസ്ഥ മാറണമെങ്കിൽ മാതാപിതാക്കൾ ചെയ്യേണ്ട ഒറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വീട്ടിൽ എന്ത് കാര്യത്തിനും മക്കൾക്ക് സപ്പോർട്ട് കൊടുക്കണം. പക്ഷേ തെറ്റിനെ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട്, അത് കുഞ്ഞിലേ മുതൽ ചൂണ്ടിക്കാണിക്കാനായിട്ട് എല്ലാ മാതാപിതാക്കളും തയ്യാറാവണം. ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മഹത്യയിലേക്കും അല്ലെങ്കിൽ ഒളിച്ചോട്ടങ്ങളിലേക്കും കടന്നു പോകും. അതുകൊണ്ട് മക്കളുമായിട്ട് കുറച്ച് നേരം സംസാരിക്കുക, മക്കൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ടൊന്ന് ഇരുന്ന് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മക്കൾക്ക് ഞങ്ങളെ കേൾക്കാനായിട്ട് ഒരാളുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാനായിട്ട് ആൾക്കാരുണ്ട് എന്ന് കാണുമ്പോൾ അവർ ജീവിതത്തിൽ നിന്ന് ഓടി അകലില്ല. അല്ലെങ്കിൽ വീട്ടിലെന്ത് ചെയ്യും, അല്ലെങ്കിൽ വീട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്താഗതി വരുന്നത് കൊണ്ടാണ് കുട്ടികൾ കൂടുതലും ആത്മഹത്യയിലേക്ക് പോകുന്നത്. ആയതിനാൽ അവർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തോടൊപ്പം ചെറിയ ചെറിയ വാക്കുകളിലൂടെ അവരുടെ മനസ്സിനെ കട്ടി ഉള്ളതാക്കാനായിട്ട് എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. ഒരു സമൂഹത്തിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വന്നാലും അവിടെ പിടിച്ചു നിൽക്കുവാനുള്ള ശേഷി നമ്മുടെ കുട്ടികളിൽ 15 വയസ്സിനുള്ളിൽ അല്ലെങ്കിൽ 16 വയസ്സിനുള്ളിൽ നമ്മുടെ മക്കളെ അതിനുള്ള പ്രാപ്തരാക്കിയിട്ട് വേണം ഏത് മേഖലയിലേക്ക് നമ്മുടെ മക്കളെ വിടാനായിട്ട്. പണ്ട് എടുത്തെറിഞ്ഞു കഴിഞ്ഞ് 4 കാലിൽ നിൽക്കുന്ന കുട്ടികളായിരുന്നു. ഇന്നങ്ങനെയല്ല, 2 കാലിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് നമ്മുടെ മക്കൾ അധപതിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ മക്കളായിക്കോട്ടെ, ആരുടെ മക്കളായിക്കോട്ടെ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വരും കാലങ്ങളിൽ നമ്മുടെ മക്കൾ ചിലപ്പോൾ ഈ സമൂഹം തന്നെ ഒരുപാട് ചുരുങ്ങി ഇല്ലാതാവുക തന്നെ ചെയ്യും. അതിനാൽ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കുക. താങ്ക് യു.